ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ സുഭാഷിതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം സുഭാഷിതം. തസ്മാത് ദുഃഖാത്മകം നാസ്തി ന ച കിഞ്ചിത് സുഖാത്മകം മനസഃ പരിണാമോയം സുഖദുഃഖാദിലക്ഷണഃ. തസ്മാത് ദുഃഖാത്മകം നാസ്തി, നാ പ്ലസ് അസ്തിയാണ് നാസ്തി, ന ച കിഞ്ചിത് സുഖാത്മകം മനസഃ പരിണാമോയം, പരിണാമ പ്ലസ് അയം. ഇവിടെ എസ് എന്താണിത്? ആ ഉണ്ട് എന്ന് കാണിക്കുന്ന ചിഹ്നം പ്രസ്ലേഷൻ. സുഖദുഃഖാദി ലക്ഷണഃ. സുഖദുഃഖാദി. അപ്പം നമുക്ക് അതിൻ്റെ അന്വയം പോലെ നോക്കാം. ആദ്യം അയം സുഖദുഃഖാദി ലക്ഷണഃ മനസഃ പരിണാമഃ. തസ്മാത് ദുഃഖാത്മകം സുഖാത്മകം ച ന കിഞ്ചിത് നാസ്തി. മനസ്സഹ പരിണാമം, അതായത് അയം സുഖദുഃഖാദി ലക്ഷണ. പലരും പറയുന്നത് നല്ല സുഖമാണ് അല്ലെങ്കിൽ ദുഃഖമാണ്. സുഖം വരുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക, ദുഃഖം വരുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമിക്കുക. അപ്പോൾ എന്തു ചെയ്യും? സുഖം മുതലായവ അത് നമ്മുടെ മനസ്സിൻ്റെ പരിണാമമാണ്. ഈ സുഖവും ദുഃഖവും ഒക്കെ പറയുന്നത് മനസ്സിൻ്റെ പരിണാമമാണ്. അതാണ് മനസ്സഹ പരിണാമോ അയം. തസ്മാത്, അതുകൊണ്ട് ദുഃഖാത്മകവും സുഖാത്മകവും, ദുഃഖാത്മകം എന്ന് പറഞ്ഞാലും സുഖാത്മകം എന്ന് പറഞ്ഞാലും നകിഞ്ചിത് നാസ്തി, അങ്ങനെ ഒന്നില്ല. എന്താ കാരണം? ഇതെല്ലാം മനസ്സിൻ്റെ പരിണാമമാണ്, മാറ്റമാണ്, മനസ്സിലുണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് അതൊക്കെ. എല്ലാവരും സാധാരണ എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് നല്ല സുഖത്തിൽ ജീവിക്കണം, ഭയങ്കര സുഖലോലുപനായി ജീവിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അവർക്ക് അഹങ്കാരവും ഞാൻ വലിയ ആളാണ് എന്നുള്ള ഒരു ഇതൊക്കെ തോന്നും അല്ലേ? ചിലരങ്ങനെയാണ്, ഭയങ്കരമായിട്ട് സന്തോഷിക്കും സുഖം വരുമ്പോൾ, ഭയങ്കരമായിട്ട്. അതുപോലെ ദുഃഖം വരുമ്പോൾ എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയും ചെയ്യും. ഇത് രണ്ടിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇവിടെ സുഭാഷിതകാരൻ പറയുന്നത്. എന്താ കാരണം? ഈ സുഖം എന്ന് പറയുന്ന സുഖാത്മകവും ദുഃഖാത്മകവും ഒക്കെ മനസ്സിൻ്റെ പരിണാമമാണ്, മനസ്സിൻ്റെ പരിണാമമാണ്. അതായത് പരിണാമം അല്ലെങ്കിൽ പരിവർത്തനങ്ങളാണെന്നാണ് പറയുന്നത്. പണ്ട് ഭഗവാൻ നമ്മുടെ ഇതിനകത്ത് പറയുമല്ലോ, ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, എന്താണ്? ശീതോഷ്ണ സുഖ ദുഃഖേഷു സമസംഗവിവർജിത. ശീതോഷ്ണ സുഖ ദുഃഖേഷു, ദുഃഖങ്ങളിൽ, സപ്തമി ബഹുവചനം. ഏതിൻ്റെ? ശീതോഷ്ണം, ശീതോഷ്ണ, അതുപോലെ സുഖം ദുഃഖം ഇവയുടെയൊക്കെ അവയൊക്കെ സമമായിട്ട് കാണുക. സമസംഗ വിവർജിത, അങ്ങനെ കരുതണം. അപ്പം ശീതവും ഉഷ്ണവും ചിലപ്പോൾ പറയും ശീതവും ഭയങ്കര തണുപ്പാണ് അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്, അത് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് രണ്ടും അത് ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിൽ കരുതിയാൽ അത് അങ്ങനെ നമുക്ക് വിഷമമായിട്ട് തോന്നില്ല. അതുപോലെയാണ് സുഖവും ദുഃഖവും. അപ്പോൾ ഇവിടെ ശൈത്യവും ഉഷ്ണവും എങ്ങനെയാണ്? ശൈത്യം നിന്ന് തണുപ്പ്, ശൈത്യവും ഉഷ്ണവും സുഖദുഃഖങ്ങളെ പ്രതിനിധാനം ചെയ്യുകയാണ് ഇവിടെ. പിന്നെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന അതാണ്. അപ്പോൾ ഇവ രണ്ടും സമമാണെന്ന് മനസ്സിലാക്കിയാൽ എന്താ? സന്തോഷവും സങ്കടവും കുറയും. ഇത് രണ്ടും ഒന്നാണ് എന്ന് മനസ്സിലാക്കിയാൽ. ഉദാഹരണം ഇപ്പോൾ ശൈത്യം എന്ന് പറഞ്ഞപ്പോഴാണ് ഹിമാലയ സാനുക്കളിലാണ് മഹർഷിമാർ താമസിക്കുന്നത് അല്ലേ? അവരെന്ത് ചെയ്യും? ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കൊടും തണുപ്പുള്ള ജലത്തിൽ ഇറങ്ങി മുങ്ങിക്കുളിച്ചിട്ട് എന്ത് ചെയ്യും? അപ്പോൾ അവർക്ക് തണുപ്പല്ലേ രാവിലെ. പക്ഷേ അവർക്കതൊന്നും ഏൽക്കുന്നില്ല. കാരണം എന്താണ്? അവർ ഉഷ്ണവും ശീതവും എന്താണ് സമമാണെന്ന് കരുതുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരവസ്ഥ ഉണ്ടാകുന്നത്. അവർക്കിങ്ങനെ അതൊന്നും തോന്നാത്തത്, തണുപ്പാണെന്നെങ്കിലോ ചൂടാണെന്നൊന്നും തോന്നാത്തതിന് കാരണം. അപ്പോൾ നമുക്കറിയാം, എല്ലാ മനുഷ്യർക്കും സുഖവും ദുഃഖവും ഉണ്ട്, എപ്പോഴായാലും കാണും. ഒരാൾക്ക് കുറച്ച് നാൾ സുഖമാണെങ്കിൽ കുറച്ച് നാൾ ദുഃഖമായിരിക്കും. പക്ഷേ ഈ സുഖം പെട്ടെന്ന് വരികയും പെട്ടെന്ന് പോവുകയും ചെയ്യും. ഒരു അര മിനിറ്റ് മതി പെട്ടെന്ന് ഒരാൾ സുഖത്തിലേറ്റാനും താഴോട്ട് കൊണ്ടുവരാനും.
അതിനെ മറ്റേ പൂന്താനം നമ്പൂതിരി പറയുന്നത് പൂന്താനം നമ്പൂതിരി നിങ്ങൾക്ക് അറിയാമായിരിക്കും അതെല്ലാം. പൂന്താനം നമ്പൂതിരി എന്താ പറയുന്നത്, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്ന തുമ്പവാൻ, മാളിക മൂക്കളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കയറ്റുന്ന തുമ്പവാൻ. മനസ്സിലായി? അതിൻ്റെ അർത്ഥം നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലായിരിക്കും ഒരാൾ പെട്ടെന്ന് വലിയ ആളാവുന്നത്. പിന്നെ അതുപോലെ തന്നെ താഴോട്ട് ഇറക്കുകയും ചെയ്യുന്നു. പിന്നെ അപ്പോൾ ഇവിടെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒരു സുഖമുണ്ടെങ്കിൽ ഒരു ദുഃഖവും ഉണ്ടാകും. ഒരു നാണയം എടുത്ത് വെച്ചിട്ട് 2 വശമുണ്ട് അല്ലേ? ആ 2 വശത്തിൽ ഒരു വശത്ത് സുഖവും ഒരു വശത്ത് ദുഃഖവുമാണ്. അങ്ങനെ കരുതണം എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ലൗകിക ജീവിതത്തിൽ വ്യാപരിക്കുന്നവർക്ക് ഈ സുഭാഷിതം ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൽ ഇപ്പം പറയുന്ന ഇപ്പം മനസ്സിലായില്ലേ? അധികമായിട്ട് നമുക്ക് സുഖമുണ്ടാകുമ്പോൾ അധികമായിട്ട് സന്തോഷിക്കുകയോ ദുഃഖമുണ്ടാകുമ്പോൾ അധികമായിട്ട് സങ്കടപ്പെടുകയോ ചെയ്യരുത് എന്നാണ് പറയുന്നത്. കാരണം സുഖവും ദുഃഖവും എല്ലാം ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ പരിണാമമാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുക. അപ്പം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.